അങ്ങനെ നമുക്ക് ഈയിടയ്ക്ക് ചക്രമുടിയുടെ മേലാണ്. അടി ഉയരമാണ് സീ ലെവലിൽ നിന്ന് ഈ ചക്രമുടിക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൊരു ഹൈക്കിങ്ങിന് പോകണതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്യാപ്പ് റോഡ് വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടിപ്പുറമായിട്ടാണ്. ഇവിടുന്ന് ചിലവർക്കൊക്കെ അറിയാൻ പറ്റും, ഗ്യാപ്പ് റോഡിൻ്റെ ഇവിടുന്ന് ഒരു ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് ചൊക്രമുടിയിലോട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോറസ്റ്റുകാർ നടത്തുന്ന ഒരു ട്രക്കിംഗ് ആണിത്. ഇതിൽ പെർ ഹെഡ് വന്നത് ഒരാൾക്ക് ഇവർ ചാർജ് ചെയ്യണം, 400 രൂപയാണ് ചാർജ് ചെയ്യണം ഒരാൾക്ക്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞാൻ ലേറ്റായി പോയി. ശരിക്കും പറഞ്ഞാൽ സൺറൈസ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഇവിടെ വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. നമുക്കൊരു ബൈസൺ ട്രയൽ എന്നാണ് ഈ പ്രോഗ്രാം മൊത്തത്തിലുള്ള പ്രോഗ്രാമിന് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം എടുത്തേക്കണ ഇവിടുത്തെ ചൊക്രമുടി ട്രക്കിംഗ് പ്രോഗ്രാമാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിൽ നമ്മൾ അഡ്രസ്സ്, ഫുൾ ഡീറ്റെയിൽസ്, ആളുടെ പേര്, പിന്നെ സിഗ്നേച്ചർ, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഇവിടെ നിന്ന് 400 രൂപ ഒരാൾക്ക് അടച്ചിട്ട് വേണം, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മേളിലോട്ട് ഹൈക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഗൈഡ് ചെയ്യാനുള്ളത് വിജയകുമാറാണ്. ചേട്ടാ, ഇതിൻ്റെ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. പാക്കേജ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മൾ കാലത്തിന് 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണി ടു 3 മണി വരെ. അതിനു മുമ്പ് നമുക്ക് കയറ്റി കൊണ്ടുപോകാം. പിന്നെ ഫോറിനേഴ്സിന് 600, ഇൻഡിയൻസിന് 400 ഒരാൾക്ക് അല്ലേ? നമ്മൾ സമയം കൊടുക്കുന്നത് വെച്ചാൽ 3 മണിക്കൂറാണ്. അതായത് അപ്പ് ആൻഡ് ഡൗൺ 3 മണിക്കൂർ. കിലോമീറ്റർ 2.25-3 കിലോമീറ്റർ വൺ സൈഡ്, ഒരു സൈഡ് കിടക്കുന്നത്. ഇത് ചൊക്രമുടി എന്ന് വെച്ചാൽ ചൊക്രമുടി കുടി, അതായത് ചൊക്രമുടി എന്ന് വെച്ചാൽ ഈ ശിവന്റെയും പാർവതിയുടെയും അംശമുള്ള മലയാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇതിൽ ഒരു ദിവസം എത്ര പേർക്കാണ് ഈ ട്രക്കിങ്ങിന് പങ്കെടുക്കാൻ പറ്റണം? ഒരു ബാച്ച് എന്ന് വെച്ചാൽ 100 പേരാണെങ്കിൽ 100 പേരെയും കൊണ്ടുപോകും, കുഴപ്പമില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഓക്കെ. നമ്മ ഇപ്പൊ ഏർലി മോർണിംഗ് ആദ്യത്തെ സൺറൈസിന്റെ സമയത്ത് തന്നെയാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നുണ്ടോ? വേണമെങ്കിൽ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്പറുണ്ട്. ഇപ്പൊ ഈ കേരള ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ FTN കീഴിലാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്, ഇത് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്ന് ഓഫീസ് നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഗേറ്റ് നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ കാലത്തേക്ക് വന്നാൽ മതി, ഓഫീസ് തന്നെ വിളിക്കും 5 മണിക്കാണ്. സൺറൈസ് ആയിട്ടാ നല്ല അടിപൊളി വ്യൂ ആണ്. 2 സൈഡും ഈ ക്ലൗഡ് ബെഡായിട്ട്, ഒരു 1 സൈഡ് ക്ലൗഡ് ബെഡായിട്ട് കിടക്കണം. പിന്നെ ഇവിടെ നിന്ന് സൺറൈസ് ആയി. ഈ ഏറ്റവും ട്രക്കിങ്ങിന് പറ്റിയ ബെസ്റ്റ് ടൈമാണ് ഏർലി മോർണിംഗും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഈവനിങ് ടൈമും. സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കമ്പെടുത്തത്.
ഓക്കെ. ഈ റൂട്ടിൽ എന്തൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും? വരയാട്. അതായത് നീലഗിരി താറ്. ബൈസനെ കാണാൻ പറ്റും. ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിക്കട്ടെ, ശരിക്കും ഈ ബൈസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടോ? ഉണ്ട്. അതായത് ഇന്ത്യയിൽ ഇപ്പൊ ഈ കാട്ടുപോത്ത് എന്ന് പറയുന്നത് ബൈസൺ എന്ന് പറയുന്ന ഒന്നാണ്, സെയിം ആണോ? സെയിം അല്ലേ? അല്ല വേറൊന്നുമല്ല, ഈ അടുത്ത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ബൈസൺ എന്ന് പറഞ്ഞ സ്പീഷീസ്, ബൈസൺ എന്ന് പറഞ്ഞ ആനിമൽ ഇന്ത്യക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബൈസൺ ശരിയാണ്, ഇന്ത്യക്ക് ഇല്ല. പക്ഷേ ഇന്ത്യൻ്റെ ബൈസനാണ് ഇന്ത്യൻ ഗൗർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഒരു മെസ്സേജ് ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. അത് ആ ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ. കാരണം നമുക്കിവിടെ ഏത് എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം പഴയ കാലം തൊട്ട്, ബ്രിട്ടീഷ് ഉള്ള കാലം തൊട്ട് ബൈസൺ ക്രോസിംഗ് ഏരിയ എന്നാണ് വെച്ചേക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ താഴത്തെ സ്ഥലത്തിന്റെ പേര് ബൈസൺ വാലി അല്ലെ? ബൈസൺ വാലി എന്ന് പേര് വരാൻ കാരണം എന്താ അല്ലെ? പണ്ട് കാലങ്ങളിൽ ബൈസൺ ഫുൾ ഏരിയ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഈ ബൈസൺ വാലി പേര് വന്നത്. നല്ല സ്റ്റീപ്പാണ് കേട്ടോ, ഈ ഒരു ചെറിയൊരു ഭാഗം നല്ല സ്റ്റീപ്പാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വരുന്നതാണെങ്കിൽ ഇവിടെ നല്ല ഗ്രിപ്പുള്ള ഷൂ വേണം. അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് കുറിഞ്ഞി ചെടിയാണ്, നീലക്കുറിഞ്ഞി. അതായത് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കണത്. 2013-14 എന്തോ വരുന്നതാണ്. ഇനിയിപ്പോൾ 2026 വിരിയുമെന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഈ ഹില്ല് മൊത്തം ഫുള്ള് നീലക്കുറിഞ്ഞിയായിരിക്കും, കവർ ചെയ്ത് ഇങ്ങനെ നടക്കും നീല കളറായിട്ട് ഈ മല മൊത്തം. ഇവിടുത്തെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ ഗൂഗിളിൽ നോക്കിയാൽ കാണാം. ഒരുപാട് പേര് ഇപ്പോൾ എന്താണ് വീടുകളിലാണെങ്കിലും കടകളിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ലഗേജ് തൽക്കാലം ഞാനിവിടെ വെച്ച്, കാരണം ഇനിയിപ്പോൾ മേളിൽ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല, ടെൻ്റ് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലഗേജ് ഇവിടെ വെച്ചിട്ട് കയറി പോയിട്ട് വരാൻ. നമ്മൾ താഴത്തുനിന്ന് കയറി വന്നപ്പോൾ ഉണ്ടായ ക്ലൗഡ് ബെഡൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലൗഡ് ബെഡ് ആണ് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അതായത് ക്ലൗഡ്സ് ഒക്കെ താഴത്താണ്, നമ്മളൊക്കെ ഇപ്പോൾ മേളിലാണ്, ക്ലൗഡ്സിൻ്റെ ഒക്കെ മേളിൽ, ഒരുപാട് മേളിൽ ഒരു കടൽ പോലെ ഇങ്ങനെ കിടക്കണേന്ന് അങ്ങോട്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഉണ്ടായിരുന്നതൊക്കെ മൊത്തം സ്പ്രെഡായി പോയി, ഇപ്പോൾ തന്നെ വെയിലടിച്ച് തുടങ്ങിയല്ല. അപ്പോൾ അതിനിപ്പോൾ മേളിലോട്ട് പോയി ഇനിയും ഒരുപാട് പോകാനുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ കുരിശ് ക്രോസിൻ്റെ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ നമുക്കൊരു 13-14 കൗണ്ട് ഇട്ടേക്കണം. ഇവിടെ തന്നെ ഒരു കുരിശുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലോട്ട് കുറച്ചുകൂടി പോകണം. അങ്ങനെ ക്രോസിൻ്റെ 14ാമത്തെ പോയിന്റിൽ നമ്മൾ എത്തി. അതായത് ഇതാണ്, ഇവിടെയാണ് കുരിശിരിക്കണം കണ്ട. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ ഈ ഒരു നമ്പർ ഇട്ടേക്കണം. ഇനി അവിടെ നിന്ന് വലിയൊരു ദൗത്യം കിടക്കുന്നുണ്ട് നമുക്ക് കയറാനായിട്ട്. നല്ല സ്റ്റീപ്പായിട്ടാണ് കേട്ടോ കയറ്റം കിടക്കണത്. അപ്പോൾ ഇനി അവിടെ നിന്ന് വേണം മേളിൽ, ആ പാറയുടെ മേളിൽ പോയാൽ ചൊക്രമുടി പീക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മ കുരിശിൻ്റെ പോയിന്റ് എത്തി. 14 പോയിന്റുകൾ ആയിട്ട് കുരിശെത്തി.
കുരിശ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വലിയൊരു പോയിന്റ് കിടക്കുന്നുണ്ട്. ഈ കാണുന്ന ഈ മല ഇങ്ങനെ കയറണം, അങ്ങേറ്റത്ത് പോകണം, എന്നാലേ നമുക്ക് ചൊക്രമുടി പീക്കിലെത്താൻ പറ്റുള്ളൂ. ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്. എൻ്റെ ഒപ്പം വന്ന ക്യാമറമാന് കുറച്ച് തലകറക്കവും കാര്യങ്ങളും വന്നിട്ട് പുള്ളിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ട് ക്യാമറമാൻ മാറി. ഇപ്പം എൻ്റെ ഒപ്പം എന്നെ ഗൈഡ് ചെയ്യാൻ വന്ന ചേട്ടനാണ് സത്യം പറഞ്ഞ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഒരു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഒരുപാട് ടൈം പോയിക്കൊണ്ടിരിക്കണേ നമ്മുടെ. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ വരെ പോണത് ഒരു കുറച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേളിലോട്ട് ടപ്പേന്ന് പറഞ്ഞ് കയറണം. കാരണം അദ്ദേഹത്തിന് താഴത്തോട്ട് പോയിട്ട് പല കാര്യങ്ങളും ഉള്ളതാണ്, അടുത്ത ഗസ്റ്റിനായിട്ട് വരാനുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ് പോവാൻ. പിന്നെ ഈ കുപ്പി വെള്ളം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫോറസ്റ്റിൽ. ഇത് തിരിച്ചെത്തിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവിടുത്തെ. അങ്ങനെ നമ്മളിപ്പോൾ ഷോലയിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഷോല ഫോറസ്റ്റിലോട്ട് കയറണതാണ്. അതായത് എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. ഷോല എന്ന് പറയണത് മലകളുടെ ഇടയിൽ കാണുന്ന ചെറിയ ചെറിയ കാടുകളും വനങ്ങളിലാണ് ഷോല എന്ന് പറയണത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഷോലയിൽ കൂടെയൊക്കെ പോകുമ്പോൾ മൃഗങ്ങൾ ചില സമയത്ത് കൂടുതലും ഷോലൻ്റെ ഉള്ളിൽ നിൽക്കാനാണ് ചാൻസ്. കാരണം നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത്. ഒരു ഗുഹ പോലെയാണിത്, അതിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. വേണ്ട അടിപൊളി. ഈ മരം നിങ്ങൾ ശ്രദ്ധിച്ചാ? ഇത് വേണ്ട നല്ല രസമുണ്ടല്ലേ ഈ മരം വീണിട്ട് കറക്റ്റ് നമുക്കൊരാൾക്ക് കുനിഞ്ഞു പോണ രീതി. ഇതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയൂല കേട്ടോ, അത് വേറെ കാര്യം. നമ്മളിപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കി വരാം. ഇതൊരു കറക്റ്റ് പറഞ്ഞ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണ പോലെ ഉണ്ട്. വാവ്, ആ ബ്യൂട്ടിഫുൾ ആട്ടെ. ഇതിൻ്റെ നടുക്കൊരു ഇങ്ങനെ ഒരു സ്പേസ്, അടിപൊളി. ആഹാ, ഇതുണ്ട, ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു സ്പേസാണ്, ചെറിയൊരു ഗ്രൗണ്ട്, ഒരു ക്യാമ്പ് ഗ്രൗണ്ട് എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ ഒരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കാൻ പോണേണ്. ഈ ഷോലയുടെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ചേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ്. കാരണം പുള്ളീനെ കൊണ്ട് പറ്റണതിന് പരമാവധി അങ്ങേയറ്റം പുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് റോൾ അങ്ങോട്ട് തിരിയണേണ്. ചേട്ടൻ എൻ്റെ സ്ഥാനത്തും പിന്നെ ഞാൻ ക്യാമറമാനും ആവാൻ പോണേ. വേറൊന്നും കൊണ്ടല്ല, അതാവുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും, നമുക്ക് കുറേയും കൂടി അറിവുകൾ കിട്ടും. അപ്പോൾ ഈ ചേട്ടൻ ഇതിൻ്റെ കാടിൻ്റെ ഉള്ളിലുള്ള മരങ്ങളും ഈ കാടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ക്യാമറമാന് ഇനി ഞാനാണ്. ഈ ക്യാമറയുടെ പുറകിലായിരിക്കും ഇനി ഞാൻ, ക്യാമറയുടെ മുമ്പിൽ ഇനി ഈ ഫോറസ്റ്റ് ചേട്ടനായിരിക്കും. അതായത് ഈ മരം കാണുന്നത് വെച്ചാൽ നാച്ചുറലാണ്. അത് മാത്രമല്ല മരം ഈ പുളിയില്ലേ, നമ്മളെ കൊടംപുളി മരമാണത്. ഓ, കൊടംപുളി മരം. അതെ, ഒന്ന് രണ്ടല്ല, ഒരു 10-100 ഉണ്ട് നിലവിൽ. ഇത് ഓൺലി ഫോറസ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ, കാട്ടിലുള്ള കൊടംപുളിയാണ്. കാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ, നാട്ടിലുള്ള കൊടംപുളിയല്ല. ആ, കൊടംപുളിയല്ലേ. ഓക്കെ ഓക്കെ. കാട്ടില് കൊടംപുളിയാണ്. ആണല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ മാത്രമേ ഭയങ്കര പുളിയായിരിക്കും. ആണല്ലേ. അതെ, പണ്ട് തൊട്ടേ ഉള്ള മരങ്ങളാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ ഈ മലയിൽ മാത്രം ഉണ്ടാകുന്ന മഴയാണ്. കാരണം പറഞ്ഞാൽ ഈ വേറെ ഫോറസ്റ്റിലൊന്നും കാണില്ല അങ്ങനത്തെ ഒരു മരങ്ങളാണല്ലേ. ഓക്കെ, ഇവിടെ മാത്രം ഒരു ഈർപ്പം നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ മാത്രം താഴത്തോട്ട് സൂര്യകിരണം അടിക്കാത്തൊരു സ്ഥലമാണ്. അട്ടുണ്ടാവും ഇവിടെ, അട്ടുണ്ടാവും. അപ്പോൾ ബൈസൻ്റെ മെയിൻ ഫുഡാണ് ഈ കാണുന്ന ചെടി. അപ്പോൾ ഈ ചെടിയൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ചെടി നോട്ട് ചെയ്ത് വെച്ചോ. ഇതേപോലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അധികം നിൽക്കണ്ട, ചിലപ്പോൾ കാട്ടുപോത്തുള്ളിലൊക്കെ ഉണ്ടാവും അല്ലേ. ഓ, എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. ഇതിൻ്റെ ഇടയിൽ കൂടി ഈ സൂര്യകിരണങ്ങൾ അടിച്ചിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. ഫുഡാണ് കേട്ടോ. ആ, ഇത് നമ്മുടെ എന്താണ്, സാൽമൺ ബെറീസ് അല്ലേ. നമുക്കും കഴിക്കാമല്ലോ ഇത്. ആ, അതെ, സാൽമൺ ബെറീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് സാൽമൺ ബെറീസ് കേട്ടോ. എൻ്റെ മീശപ്പുലി മല സീരീസിലുണ്ട് ഈ ഒരു ഫ്രൂട്ട്. കണ്ട, ഓറഞ്ച് കളറായിട്ട് ബെറീസാണ്, ബെറീസിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇതൊക്കെ ഈ വൈൽഡ് ബെറീസ് എന്നൊക്കെ പറയില്ലേ, വൈൽഡ് ബെറീസാണ് ഇതൊക്കെ.
ഈ കാണുന്ന മരം കണ്ട റോഡ് ആൻഡ്രോ മരമാണ്. നമ്മൾ ഓൾമോസ്റ്റ് പീക്ക് എത്താറായി. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴിയൊക്കെ കാണുമ്പോൾ കാണൂല, അതാണ് സത്യം. റോഡുകൾ കാണുന്നുണ്ട്, തേയിലത്തോട്ടം കാണുന്നുണ്ട്, പിന്നെ ദേവികുളം സൈഡ് കാണുന്നുണ്ട്. അതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാൻ മേളിൽ കയറി കഴിഞ്ഞിട്ട്. അങ്ങനെ ഒടുവിൽ ചക്രമുടി പീക്കിന് തൊട്ടടുത്താണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു. വെയിൽ സൺലൈറ്റ് കൂടിക്കൊണ്ടിരിക്കണ്, സമയം വൈകിക്കൊണ്ടിരിക്കണ്, വെയിൽ കൂടിക്കൊണ്ടിരിക്കണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കണം. ഒന്നത് പാറയും കൂടി ആയതുകൊണ്ടേ നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. പിന്നെ ഡീഹൈഡ്രേഷൻ, അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. നമ്മൾ ഹൈക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിലും ഏതൊരു മലപ്രദേശത്തോട്ട് ഒരു ഹിൽ ഏരിയയിലോട്ട് പോകുമ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ പോകണമെങ്കിൽ ഡീഹൈഡ്രേഷൻ അവൻ വലിയ വില്ലനാണ്. ശ്രദ്ധിക്കണം എപ്പോഴും. നമ്മൾ വെള്ളം അതിനനുസരിച്ച് സ്ഥലത്തെക്കുറിച്ച് അറിയുക ആദ്യം, അതിനനുസരിച്ച് വെള്ളം ക്യാരി ചെയ്യുക. ഈ ഡീഹൈഡ്രേഷൻ്റെ കാര്യം എനിക്കൊരു തവണ മീശപ്പുലി മലയിൽ പോയപ്പോൾ കിട്ടിയാറുണ്ട്. അതായത് എല്ലപ്പെട്ടി വഴി ഹൈക്ക് ചെയ്ത് പോയ എപ്പിസോഡിൽ. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് തൊണ്ടയൊക്കെ ഡ്രൈ ആവും. തൊണ്ട ഡ്രൈ ആയിട്ട് ചിലപ്പോൾ ചിലവർക്ക് തലാർക്കം പോലെയൊക്കെ തോന്നാം. അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തൊണ്ട ഡ്രൈ ആയിട്ട് നമുക്ക് ഉമ്മുനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. കാരണം ഉമ്മുനീരൊക്കെ നമുക്കിങ്ങനെ വിഴുങ്ങേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. അത് കുറച്ച് സീനായിട്ടുള്ള കാര്യമാണ്. ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെള്ളം കിട്ടാതിരുന്നതിനാൽ കുറച്ച് അതായത് ഒരുപാട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളം മസ്റ്റാണ് നിങ്ങൾ എവിടെ പോകണമെങ്കിലും ഈ ഒരു വേനൽക്കാലത്ത്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഹൈക്കിംഗ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാച്ച് ബോക്സോ ലൈറ്ററോ സിഗരറ്റോ ഈ കാര്യങ്ങൾ കർശനമായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം വേറൊന്നുമല്ല, അത് ആരെങ്കിലും കണ്ടാൽ തന്നെ നിങ്ങൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ആരെങ്കിലും കണ്ടാൽ തന്നെ എതിർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നിങ്ങൾ എതിർക്കണം. കാരണം ഒരു ചെറിയൊരു തീപ്പൊരി മതി ചിലപ്പോൾ ഈ വലിയ മലകൾ തീ പടരാൻ, ചിലപ്പോൾ ഒരുപാട് ജീവനുകൾ പോകാനും എല്ലാത്തിനും ഓരോ കാരണങ്ങളാവും. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വേനൽക്കാലമാണ്, അപ്പോൾ തീപ്പെട്ടിയോ മാച്ച് ബോക്സോ സിഗരറ്റോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്ത് പോലും ഇടാതെ കാടുകളിലും മലപ്രദേശങ്ങളിലും നമ്മൾ അത് കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ. ഈ ചൊക്രമുടിയുടെ മലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ശിവൻ പാർവതിയുടെ അംശോന്മേലാണ്. അംശോന്മ ചിലപ്പോൾ എല്ലാവരും വിശ്വസിക്കില്ല, പക്ഷേ ഈ രൂപം കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഹനുമാന്റെ ഒരു രൂപമാണ്. ഇതല്ലേ? ഇത് ശരിയാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും വീഡിയോയിൽ അത് തന്നെയാണ്. നമുക്ക് ഹനുമാൻ്റെ ഒരു ഫേസ്, ആ ഒരു രൂപം കാണുന്നുണ്ട് കേട്ടോ ഇതിൽ. അത് കൊള്ളാം, അടിപൊളി. ഇല്ല, ഇവിടെ സൺലൈറ്റ് ഏത് ഭാഗത്തും ഏത് സമയമാണെങ്കിൽ ഭയങ്കര ഹോട്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഏത് സമയം നോക്കിയാലും കൂളാച്ചാലും ഇരിക്കും ഇവിടെ അല്ലേ? ഈ ഭാഗം, അതായത് ഈ എന്താണ് ഹനുമാൻ്റെ താഴത്തായിട്ടല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് വെയിലടിച്ചു കഴിഞ്ഞാലും നമുക്കിവിടെ വെയിൽ കൊള്ളൂല, അത്രയും ആ ഷെയ്ഡൊന്നും അതേപോലെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയി പോകും. എന്ന് വെച്ചാൽ റിലാക്സ് ആവും അല്ലേ? അതായത് ഇതിനും ബെസ്റ്റായിട്ട് കേരളത്തിലൊരു റിലാക്സിങ് പോയിന്റ് ഇല്ല എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. അതായത് ഇതിൽ 101% നേച്ചറാണ്. അത് തന്നെ ഏറ്റവും വലിയ റിലാക്സേഷൻ്റെ ഒരു വലിയൊരു ഭാഗം. പിന്നെ ഈ ഒരു ആംബിയൻസും മൊത്തം അല്ലേ? അത് മാത്രമല്ല, പിന്നെ ഈ എത്രയോ ഗസ്റ്റുകൾ, അതായത് ഫോറിനേഴ്സ് ആയിക്കോട്ടെ ഇന്ത്യൻസ് ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ജീവിതത്തിൽ എനിക്ക് ഇതുവരെ കിട്ടിയില്ലാന്ന് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. ഒത്തിരി ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ, ഫോറിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻസും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണല്ലേ? അപ്പം നമുക്ക് എന്തായാലും 5 മിനിറ്റ് ഇവിടെ ഇരിക്കണമല്ലോ. ഓൾറെഡി സമയം കുറേ പോയിരിക്കണേന്, എന്നാലും ഒരു 5 മിനിറ്റ് എനിക്ക് തരൂലേ? ഓക്കെ. ഇവിടെ നമുക്ക് കോടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് ഈഗിൾ ഇവിടെ വട്ടം ചുറ്റി പറക്കുന്നുണ്ട് ചൊക്രമുടിയുടെ മേളിൽ. എന്തിനോ കണ്ടിട്ടുണ്ട് അവൻ. താഴത്തുനിന്ന് കോട കയറാൻ തുടങ്ങി. ഓ, ഇവിടെ നല്ല തണുപ്പാണല്ലോ.
ആ ശരിയാട്ടാ, അതെ അതെ. ഈ നേച്ചർ എന്നുള്ളതില്ലേ നമുക്ക് ഒരുപാട് പഠനമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എത്ര പഠിച്ചാലും തീരൂല ഈ നേച്ചർ എന്നുള്ള പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങൾ നേടാനുണ്ട്. ഓ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആവണം. ഞാൻ ആ കണ്ണടച്ചിരുന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ചെറിയ ചെറിയ സൗണ്ടുകൾ, അതായത് പക്ഷികളുടെ സൗണ്ട്, ഒരു പരുന്നിൻ്റെ സൗണ്ട്, ഈച്ചകളുടെ സൗണ്ട്, അങ്ങനെ ഭയങ്കര സൈലൻസ് എന്ന് പറഞ്ഞല്ലേ അത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവും. സത്യമാണ്, ഇത് സത്യമുള്ള കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾ ഏതൊരു മലയുടെ മുകളിലും ഏതൊരു നേച്ചർ, ഒരു അതും ഈ ഇവിടുത്തെ ഒരു തണുപ്പ്, ഒരു കൂളിങ്, ഒരു പ്രത്യേകതയുള്ള കൂളിംഗ് ആണ്. അത് പറയേണ്ട കാര്യം തന്നെയാണ്. അടിപൊളി. ഇനി കുറച്ചും കൂടി ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകാം. രണ്ട് ഫോറിൻസ് ലേഡീസാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവർ ടെൻഷനായിരുന്നു ലൈഫിൽ, ഭയങ്കര ടെൻഷനാണ്. ഇവിടെ വന്നപ്പോഴും അത്യാവശ്യം ടെൻഷനായിരുന്നു. ഭയങ്കര ഇവിടെ വന്നപ്പോൾ ഒരു എന്താ പറയുക, പക്ഷേ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യപ്പോൾ, 5 ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യപ്പോൾ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് ഫ്രീഡം, എല്ലാവരും സെറ്റിലായത് പോലെ ലൈഫ് തിരിച്ചു കിട്ടിയതുപോലെ അല്ലേ ഫീലായി. കാരണം അത്ര ഫാമിലി പ്രശ്നങ്ങൾ അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഫുള്ളായിട്ട് അത് മാറി കിട്ടി. അങ്ങനത്തെ അനുഭവം ഉണ്ടായി. ആണല്ലേ. ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു കളവ് പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. ഇത് പ്രകൃതിയുടെ കാര്യമോ പറയണം. ഈ പ്രകൃതിനെ സ്നേഹിക്കണവർക്ക് ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളത് അവർക്ക് തൊട്ടറിയാൻ പറ്റും. ഇവരൊക്കെ പ്രകൃതിനെ തൊട്ട് ജീവിക്കണവരാണ്. കണ്ട, സ്നേഹിച്ച് ഒരു ദിവസം തന്നെ എത്ര ട്രിപ്പ് ഇവരിവിടെ വരും എന്നറിയോ ഗസ്റ്റുകളായിട്ട്. ഇവരുടെ ദിവസങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ എത്ര ട്രിപ്പ് ഇവിടെ വരും. രാവിലെ വരും, ചിലപ്പോൾ വൈകുന്നേരം വരും. ഇതേപോലെ 7 ദിവസങ്ങളിൽ എത്ര ട്രിപ്പ്. അങ്ങനെ നോക്കുമ്പോൾ ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷത്തിൽ. ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ആണ്. ഇവിടത്തേക്ക് കംപ്ലീറ്റ് വ്യൂ മാറിപ്പോയിട്ട് അങ്ങോട്ട് ഇതേ കോട കയറുന്നു. കോട എത്തി തുടങ്ങിയിട്ടുണ്ട്. 3.5 വർഷമായി ഇവിടെ ജോലിക്ക് കയറിയിട്ട് അല്ലേ. എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടാവും? കണക്കുണ്ടോ? കണക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഓർഡർ തന്നിരിക്കുന്നത് ഒരു ദിവസം മിനിമം ഒരു 3 നേരമെങ്കിലും കയറണം. മിനിമം 2 നേരമെങ്കിലും കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ എത്ര ഗസ്റ്റെങ്കിലും ഉണ്ടാവും? ആഴ്ചയിൽ ഗസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മളെ കൊറോണ സമയത്ത്, അതായത് കൊറോണ മുമ്പ് ഇഷ്ടംപോലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ വന്ന സമയത്ത് അടച്ചതായതുകൊണ്ട് പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല അല്ലേ, കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം ആയിട്ട് ശരിക്കും അപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഗസ്റ്റായി. പിന്നെ ഈ പറയണ പോലെ ഇത് വർഷത്തിൽ എത്ര മാസമാണ് ഇത് ഓപ്പണ്? 6 മാസം. ഏത് മാസം തൊട്ട് ഏത് മാസം വരെ? മാസം എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് വെച്ച് നവംബർ മാസം, അതായത് ഈ മഴക്കാലമല്ലേ, ജൂൺ ജൂലൈ ക്ലോസ്ഡ് ആണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ക്ലോസ് ആണ്. കാരണം ചിലപ്പോൾ സെപ്റ്റംബർ മാസം മല തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള 6 മാസം ഇവിടെ ഓപ്പൺ ആയിരിക്കും അല്ലേ. എപ്പോഴും മഴക്കാലത്ത് മാത്രമാണ് നമുക്ക് വിഷയമുള്ളത്. കാരണം പാറയും കൂടി ആയതുകൊണ്ട് തെന്നാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അങ്ങനത്തെ വിഷയമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വരുന്നതാണെങ്കിൽ ഇവിടെ വിളിച്ചൊന്ന് അന്വേഷിച്ചാൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടോ, ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേട്ടന്മാരാണത്. നമ്മൾ അതേപോലെ പൊന്നുപോലെ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതും തിരിച്ച് കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ചൊക്രമുടി പീക്കിൻ്റെ ഏറ്റവും മേൽഭാഗത്തെത്തി. ഹായ്, അടിപൊളി. അങ്ങനെ നമ്മൾ ചൊക്രമുടിയുടെ മേളിലെത്തി. 360
360 ഹിൽ വ്യൂ ആണ് ഇവിടുന്ന്. കണ്ടാ 360 ചുറ്റിനും നമുക്ക് ഹിൽ വ്യൂ ആണ് ഇവിടുന്ന്. ഒരുപാട് മലകൾ. മൂന്നാർ മൊത്തം ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കാരണം ഏറ്റവും സെൻറ്ററായിട്ടാണ് ഈ ഒരു ചൊക്രമുടി ഉള്ളത്. ചൊക്രമുടി അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ചൊക്രമുടിയുടെ മേലാണ്. ഞാനിതിന് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട് ഇവിടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഈ ചൊക്രമുടിയുടെ കാര്യം പറയുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റവാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീശപ്പുലി മലനേക്കാളും അടിപൊളി വ്യൂ ആണ് ഇവിടെ. കാരണം ഇതൊരു ഒരു പാറ ഇങ്ങനെ നിൽക്കണേ, ആ പാറിൻ്റെ ക്ലിഫിലാണ് നമ്മൾ നിൽക്കണേ, ആ എഡ്ജിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 360 ഡിഗ്രിയിലാണ് നമുക്ക് വ്യൂ ഉള്ളത്. അതായത് ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണത്തേ ഇല്ല, ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു എൻഡ് ഭാഗം കാണൂല, നമുക്ക് ഇങ്ങനെ കിടക്കണേണ്, അങ്ങോട്ട് കടൽ പോലെ കിടക്കണേ. പിന്നെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാരണം നമുക്ക് ചുറ്റിനും വ്യൂ ആണ്. മീശപ്പുലിമല വെച്ച് പറയുമ്പോൾ മീശപ്പുലിമലയുടെ വൺ സൈഡാണ് നമുക്കൊരു വ്യൂ ഉള്ളത്. പിന്നെ ബാക്കി വേറെ ലാൻഡ് ടെറൈൻ, ആ ഒരു ലാൻഡ്സ്കേപ്പാണ് പിന്നെ ഉള്ളത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ 360 ഡിഗ്രിയും നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടൗണ്, നമ്മുടെ ആനച്ചാൽ, അടിമാലി, എനിക്ക് തോന്നുന്നത് ക്ലൗഡ്സ് ഇല്ലെങ്കിൽ എറണാകുളം വരെ കാണുമെന്ന് തോന്നണം. അതായത് നിങ്ങൾ എന്താണ് എറണാകുളം കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രീതിയിൽ ഒരു തടസ്സമില്ലാതെ പോയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് എറണാകുളം ഹൈക്കോർട്ട് കാണുമെന്നല്ല. ഇവിടെ നിന്ന് താഴത്തുനിന്ന് കോടയൊക്കെ കയറി വരുന്നുണ്ട്, ക്ലൗഡ്സൊക്കെ കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഭാഗത്തോട്ട് നോക്കണമെങ്കിൽ മൂന്നാർ ടൗണ്, ദേവികുളം, പിന്നെ ഇവിടെ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ നമുക്ക് കംപ്ലീറ്റ് കാണാം. അതായത് ഇവിടുത്തെ ഹയസ്റ്റ് പീക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആനമുടി കാണാം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അവിടെ ആയിട്ട് ഏറ്റവും ഈ മലനിരയിലെ ഏറ്റവും ഹൈറ്റുള്ള ആനമുടി, അതായത് വെസ്റ്റേൺ ഗാട്ട്സിലത്തെ ഹയസ്റ്റ് പീക്ക് ആനമുടി. അതേപോലെ തന്നെ ആനമുടിയുടെ കണക്ട് ചെയ്ത് ഇങ്ങേ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഇങ്ങേ അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്. പിന്നെ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് റോഡ്, ആ റോഡ് മൊത്തം കാണാം. പിന്നെ അതേ നമ്മുടെ ദേവികുളം സൈഡ് മൊത്തം കാണാം. പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കും ഫുള്ള് വ്യൂ ആണ്. ഇതേ കോട ഈ സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. മീശപ്പുലി മല പോയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പാക്കേജ് മസ്റ്റായിട്ട് എടുക്കണം. പിന്നെ ഈ ട്രെക്കിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 5000-ന് ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, വാച്ചിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. 5000-ത്തിനടുത്ത് സ്റ്റെപ്പ് വരുന്നുണ്ട് ഇങ്ങോട്ട്. സാധാ സ്റ്റെപ്പല്ല, നോർമൽ സ്റ്റെപ്പല്ല, കയറ്റുണ്ടായിരുന്നു, അതിൽ ഇറക്കുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ നമ്മൾ നടക്കുന്ന സ്റ്റെപ്പ് വെച്ചിട്ടല്ല. അപ്പോൾ 5000-ത്തിനടുത്ത് ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങോട്ട് എത്താനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് സമയം നീണ്ടുപോയതാണ്. ഒരു 2.5 മണിക്കൂർ എടുത്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്താനായിട്ട്. അത് കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് ടൈം അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട വന്നു. കാരണം ക്യാമറമാന് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് 7200 അടി ഉയരമാണ് സീ ലെവലിൽ നിന്ന് ഈ ചൊക്രമുടിക്കുള്ളത്. ഇത് നിങ്ങൾ ഇനി എന്തെങ്കിലും, അതായത് ഇനി എവിടെയെങ്കിലും ട്രെക്കിങ് പ്ലാൻ ചെയ്യണമെങ്കിൽ, അതായത് ഒരു നോർമൽ, ഈസി, ഹാർഡ് ആ കാറ്റഗറിയിൽ വെച്ച് നോക്കണമെങ്കിൽ ഹാർഡിനടുത്തായിട്ട് വരും. അതായത് ഒരു 60% ആ ഒരു കാറ്റഗറിയിൽ പിടിക്കുക. നോർമൽ ഈസി അല്ല, എന്തായാലും അല്ല. പിന്നെ നോർമൽ എന്ന് പറയുമ്പോൾ നോർമലും അല്ല, പക്ഷെ കുറച്ച് ഹാർഡിലോട്ട് കടന്നിട്ടുണ്ട്. അത് ഒരു 60% ഹൈക്കിങ്ങിൻ്റെ ആ ഒരു ഹാർഡ് വന്നിട്ടുണ്ട്. ഏറ്റവും ഹാർഡല്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാം. നിങ്ങൾ ഈ പ്രകൃതി സ്നേഹികളാണെങ്കിൽ, ഇതേപോലെ ഹൈക്കിങ്ങിന് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആസ്വദിക്കും. മസ്റ്റായിട്ട് വിട്ടു പോകാതിരിക്കേണ്ട ഒരു സ്ഥലമാണ്. 400 രൂപയോളം ഒരാൾക്ക് ഇങ്ങോട്ട് ഹൈക്ക് ചെയ്ത് വരാനായിട്ട്. ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഞാൻ ആ ഒരു തുമ്പ് വരെയും കൂടിയും പോയിട്ട് വരാം, ആ ഒരു ക്ലിഫ് വരെ കൂടിയും പോയിട്ട് വരാം. പിന്നെ ഇവിടെ നിങ്ങൾ ഹൈക്കിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ ട്രെക്കിംഗ് ബൂട്ട് കൊണ്ടുവരാം, അത് മസ്റ്റാണ്. കാരണം ഈ പാറകളാണ് കൂടുതൽ, അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും, നമുക്ക് കുറേ കൂടി ഈസിയാണ് കയറി വരാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം സൺക്രീം മസ്റ്റാണ്. കാരണം നമ്മൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വന്ന് തിരിച്ച് പോകുമ്പോഴത്തേക്കും ഒരു ടൈമാവും. അപ്പോൾ എങ്ങനെ വന്നാലും ഡേ ലൈറ്റ് ആയിരിക്കും. ഡേ ലൈറ്റ് ടൈമിൽ സൺലൈറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ ചൂട് കൂടുതലാണ്. അപ്പോൾ
അൾട്രാ UV റേസ് കൂടുതലാണ്, നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കണം. അപ്പോൾ സൺക്രീം മസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം ഈ ഒരു ഹൈക്കിങ്ങിന്. അതേപോലെ തന്നെ വെള്ളം, ഡീഹൈഡ്രേഷന് ഒരുപാട് ചാൻസ് ഉണ്ട്, കാരണം അത്രയും ചൂട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഒരു കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ ചില സമയത്ത് നല്ല ചൂടിലോട്ട് പോകും. അപ്പോൾ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങൾ നോക്കാം. പിന്നെ മഴക്കാലങ്ങളിൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കാം. അതേപോലെ നിങ്ങൾ താഴത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം അവിടെ താഴത്തുനിന്ന് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പിയാണ്. അതേപോലെ തന്നെ അവർ തിരിച്ച് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ കുപ്പി കൊണ്ടുതന്നെയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പി അവിടെ തന്നെ വെക്കാം. പിന്നെ വേറൊരു മെയിൻ കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഇവിടെ കയറി വന്ന സമയത്താണെങ്കിലും ഇരിക്കണ സമയത്താണെങ്കിലും പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലവർക്ക് ഇയർ ബാലൻസ് ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേടിയൊക്കെ മറ്റേ ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ, തലാർക്കം അങ്ങനെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കുക. തിരിഞ്ഞിട്ട് വേണം എഴുന്നേക്കാൻ. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നേരെ അങ്ങോട്ട് സ്റ്റാൻഡപ്പ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ബാലൻസിങ് പ്രശ്നം വരും. അപ്പോൾ നമ്മിനിപ്പോൾ പയ്യെ താഴത്തോട്ട് പോകാൻ പോണേണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴത്തോട്ട് ഇറങ്ങാൻ പോണേണ്. ഈ ചേട്ടനെ കുറേ സമയമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പം എൻ്റെ ക്യാമറമാനായിട്ടാണ് ആ ചേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നന്ദി എനിക്ക് പറയാനുള്ളത് ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. കേട്ടാ ചേട്ടാ? ഓക്കെ വെൽക്കം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വാണ്ടർലസ് കേരള ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യണം ചൊക്രമുടിയിൽ നിന്ന്. ദിസ് ഇസ് വാണ്ടർലസ് കേരള സൈനിങ് ഔട്ട് ഫ്രം ചൊക്രമുടി.